തീർന്നില്ല. അള്ളാഹു അവരെ കുറിച്ച് വീണ്ടും പറയാണ്, വജഹദൂ ബിഹാ. ജഹദ എന്ന് പറഞ്ഞാൽ കഫറ അല്ലെങ്കിൽ കദ്ദബ, നിഷേധിച്ചു, കളവാക്കി. വജഹദൂ, ജഹദ യജ്ഹദു, വജഹദൂ ബിഹാ. അവർ അവയെ എന്തു ചെയ്തു? ആ ദൃഷ്ടാന്തങ്ങളെയൊക്കെ അവർ കളവാക്കുകയാണുണ്ടായത്, നിഷേധിക്കുകയാണുണ്ടായത്. വജഹദൂ ബിഹാ. ഇനി നോക്കൂ, ഏത് സ്ഥിതിയിലാണ് അവര് ആ കാര്യങ്ങളെയൊക്കെ നിഷേധിച്ചത്? അള്ളാഹു പറയാണ്, വസ്തൈഖനത്ഹാ അൻഫുസുഹും. ഇസ്തൈഖന എന്ന് പറഞ്ഞാൽ ദൃഢമായി വിശ്വസിച്ചു എന്നാണ്. നല്ല ഉറപ്പായിട്ടും അവർക്ക് മനസ്സിലായതിനാണ് എന്ത് പറയാ, ഇസ്തൈഖന. അപ്പൊ ഇസ്തൈഖന അവർക്ക് നല്ല ദൃഢമായ ബോധ്യമാണ്. അതാണ് വസ്തൈഖനത്ഹാ, അതിനെ ദൃഢമായി വിശ്വസിച്ചിരിക്കുന്നു. അൻഫുസുഹും, അവരുടെ മനസ്സുകൾ. അവരുടെ മനസ്സുകളുടെ ഉള്ളിൽ അവർക്കൊരു നല്ല ബോധ്യമാണ്. എന്ത്? ഇതൊക്കെ സത്യമാണ്, മൂസ പറയുന്നത് മുഴുവനും യാഥാർത്ഥ്യമാണ് എന്ന് വളരെ ദൃഢമായി അവരുടെ മനസ്സുകൾക്ക് ബോധ്യമാണ്. എന്നിട്ടും അവരെന്ത് ചെയ്തു? ജഹദൂ ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വ്യാഖ്യാനം കൊടുക്കുന്നത് നോക്കൂ. ഐ അലിമൂ ഫീ അൻഫുസിഹിം അന്നഹാ ഹഖ്ഖുൻ മിൻ ഇൻദില്ലാഹ്. അവരുടെ മനസ്സുകളിൽ അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്, അന്നഹാ ഹഖ്ഖുൻ മിൻ ഇൻദില്ലാഹ്, മൂസ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹുവിങ്കൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നവർക്ക് ബോധ്യമാണ്. വലാകിൻ ജഹദൂഹാ വആനദൂഹാ വകാബറൂഹാ. അവർ അതിനോട് കിടമത്സരം കാണിച്ച് നിഷേധിക്കുകയാണ് ചെയ്തത്. അതാണ് ഖുർആൻ പറയുന്നത്, അവരെങ്ങനെയാണ് അതിനെ നിഷേധിച്ചത്? ഇതൊക്കെ മനസ്സിലായിട്ടും ളുൽമൻ വഉലുവൻ. ളുൽമൻ, ഒന്ന് അക്രമം എന്ന നിലക്ക്, ക്രമം വിട്ട രൂപത്തിലുള്ള ഒരു സ്വഭാവം കാണിച്ചതാണ്. യഥാർത്ഥത്തിൽ അവർ സ്വീകരിക്കേണ്ട ക്രമം ബോധ്യമായത് അംഗീകരിക്കലാണ്. പക്ഷേ ബോധ്യമായത് അംഗീകരിക്കാൻ അവരുടെ മനസ്സ് കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അവർ അക്രമമാണ് അവരോട് തന്നെ ചെയ്തത്. ഒരു ശപിക്കപ്പെട്ട സ്വഭാവമാണത്. വഉലുവൻ, രണ്ടാമത്തെ സ്വഭാവം എന്താ? ഉലുവാണ്. ഉലുവ് എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം. ഇസ്തിക്ബാറൻ അനിൽ ഹഖ്, സത്യത്തോടുള്ള പുച്ഛവും അഹങ്കാരവും ഒന്ന് മാത്രമാണ് വിശ്വസിക്കാതിരിക്കാൻ അവർക്കുണ്ടായ ഏക തടസ്സം. അതാ. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫൻളുർ കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ. ഉലുവ് എന്ന് പറഞ്ഞപ്പോൾ എന്താ അർത്ഥം പറഞ്ഞത്? അഹങ്കാരം. അഹങ്കാരം, ഔന്നത്യം, അഹങ്കാരം, ഉന്നതനാണ് ഞാനെന്ന നാട്യം, അതാണ് ഉലുവ്. ഉലുവല്ല, ഉലുവ്. ഉലുവ് എന്ന് പറഞ്ഞാലോ പുള്ളിട്ടാലോ അത് അമിതത്വമായി, അമിതമായിട്ടുള്ള ഒരു കാര്യം പിന്നെ നമ്മൾ ചെയ്യുന്നതിനാണ് ഉലുവ്. അതിരുകവിയ എന്ന് പറയും, ഇത് ഉലുവാണ്. പിന്നെ അല്ലാഹു സൂറത്തുൽ ഖസസിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഭൂമിയിൽ അഹങ്കാരം നടിക്കാത്തവർക്കാണ് സ്വർഗം, അവർക്കാണ് അല്ലാഹു പരലോക ഭവനം ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഫറോവയും അവന്റെ ആളുകൾക്കും സത്യം ബോധ്യമാവായിട്ടൊന്നുമല്ല, അവരവരുടെ അഹങ്കാരവും അക്രമവും നിമിത്തം അവരതിന് നിഷേധിച്ചു.